സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ക്രൂരനായ ഹെറോദസ് ചക്രവർത്തിയാൽ കൊല്ലപ്പെട്ട പിഞ്ചു പൈതങ്ങളുടെ തിരുനാൾ ഇന്ന് നാം ആഘോഷിക്കുകയാണ്. ഇന്നത്തെ തിരുനാൾ കൊണ്ട് വെളിവാക്കപ്പെടുന്നത് എത്രമാത്രം ക്രൂരത ആ പൈതങ്ങളുടെ മേൽ ചൊരിയപ്പെട്ടിരുന്നുവോ അതിലും മേലും സ്വർഗീയ അനുഗ്രഹങ്ങൾ അവരിൽ വർഷിക്കപ്പെട്ടു എന്നുള്ളതാണ്. അതിനാൽ ഭൂമി മുഴുവൻ ആഹ്ലാദിക്കട്ടെ. ധാരാളം സ്വർഗീയ വിശുദ്ധർക്ക് ജന്മം നൽകുകയും സകല വിശുദ്ധ നന്മയും നിറഞ്ഞ തിരുസഭ ജയഭേരി മുഴക്കട്ടെ. വിശുദ്ധ അഗസ്റ്റിൻ ഈ കുഞ്ഞു പൈതങ്ങളെക്കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്: യൂദയായിലെ ബെത്ലഹേമേ, നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ സ്വന്തം പൈതങ്ങൾ ക്രൂരമായി വധിക്കപ്പെട്ടത് മൂലം ക്രൂരനായ ഹെറോദേസിന്റെ മനുഷ്യരഹിതമായ പ്രവർത്തനത്താൽ നീ ഏറെ സഹിക്കപ്പെട്ടവളാണ്. എങ്കിലും ഇതിലൂടെ നിന്റെ വിശുദ്ധരായ പൈതങ്ങളെ അതിഥികളായി ദൈവത്തിന് നൽകിയതിനാൽ നീ മഹത്വമേറിയവളായിരിക്കുന്നു. പരിപൂർണ അധികാരങ്ങളോട് കൂടി നാം ഈ പൈതങ്ങളുടെ സ്വർഗീയ ജന്മദിനം ആഘോഷിക്കുകയാണ്. കാരണം വർത്തമാനകാലം ആസ്വദിക്കുന്നതിന് മുൻപ് തന്നെ അനശ്വരമായ അത്യന്തിക ജീവിതാനുഗ്രഹം നേടുവാൻ അവർക്ക് സാധിച്ചിരിക്കുന്നു. തങ്ങളുടെ ധീരമായ പ്രവർത്തനങ്ങൾ മൂലം ഓരോ രക്തസാക്ഷിയുടെയും അമൂല്യമായ മരണം പ്രശംസാർഹമാണ്. പക്ഷേ പെട്ടെന്ന് നേടിയ ദൈവിക വിശുദ്ധി മൂലം ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഈ കുഞ്ഞു പൈതങ്ങളുടെ മരണം അമൂല്യമാണ്. തങ്ങളുടെ ജീവിതത്തിന്റെ തുടക്കത്തിൽ തന്നെ അവർ ഈ ലോകത്തു നിന്നും കടന്നുപോയിരിക്കുന്നു. വർത്തമാനകാല ജീവിതത്തിന്റെ അവസാനം വരെ അവരെ സംബന്ധിച്ചിടത്തോളം മഹത്വത്തിന്റെ തുടക്കമായിരിക്കുന്നു. അവരുടെ അമ്മയുടെ മടിയിൽ നിന്നും ഹെറോദസിന്റെ ക്രൂരത അവരെ പിച്ചുചീന്തിയിരിക്കുന്നു. ആയതിനാൽ ശിശുക്കളായ രക്തസാക്ഷി പുഷ്പങ്ങൾ എന്നവർ വാഴ്ത്തപ്പെടുന്നു. കൊടും ശൈത്യകാലത്ത് ക്രൂരമായി വിധിക്കപ്പെട്ടത് മൂലം പക്വതയാർജിച്ച് തിരുസഭയിൽ ആദ്യം പുഷ്പിച്ച പുഷ്പങ്ങളായാണ് സഭ അവരെ കാണുന്നത്.